9 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുന്നത്. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ലാത്ത 4 ചുവപ്പ് രേഖകൾ, അതായത് റെഡ് ലൈൻസ്, ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വഴിയാണ് ഈ മുന്നറിയിപ്പ് ട്രംപിന് ചൈന നൽകിയത്. അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു നിർണായകമായ ഈ കൂടിക്കാഴ്ച. ചൈന ട്രംപിന് മുന്നിൽ വരച്ച 4 അതിരുകൾ എന്തൊക്കെയെന്ന് വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ അമേരിക്ക യാതൊരു കാരണവശാലും ഇടപെടാൻ പാടില്ലാത്ത തങ്ങളുടെ പരമാധികാര പരിധിയിലുള്ള 4 വിഷയങ്ങളാണ് ചൈന വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം തായ്വാൻ വിഷയമാണ്. ചൈനയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനവും വൈകാരികവുമായ വിഷയമാണിത്. തായ്വാൻ ചൈനയുടെ സ്വന്തം ഭൂപ്രദേശമാണെന്നാണ് ബീജിംഗിന്റെ ഔദ്യോഗിക നിലപാട്. തായ്വാന് അമേരിക്ക കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കുന്നതിനെ ചൈന ശക്തമായി എതിർക്കുന്നുമുണ്ട്. തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ചൈന കണക്കാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പേരിൽ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകളാണ് മറ്റൊന്ന്. ഹോങ്കോങ്, സിൻജിയാങ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ചൈനീസ് നടപടികളെ പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിക്കാറുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ അമേരിക്ക തങ്ങളെ ഉപദേശിക്കാൻ വരേണ്ടതില്ലെന്നാണ് ചൈനീസ് നിലപാട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചൈനയുടെ ഭരണ സംവിധാനത്തെയും രാഷ്ട്രീയ പാതയെയും മാറ്റാൻ അമേരിക്ക ശ്രമിക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട്. ചൈനയുടെ സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കരുത് എന്നതാണ് അവസാന മുന്നറിയിപ്പ്. ട്രംപിന്റെ വിമാനം ബീജിംഗിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ ചൈന ഇത്തരമൊരു കടുത്ത നിലപാട് വ്യക്തമാക്കിയതിന് പിന്നിൽ കൃത്യമായ തന്ത്രങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ യുദ്ധത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും അമേരിക്ക കടുത്ത സമ്മർദ്ദത്തിലാണ്. ഈ സാഹചര്യം മുതലെടുത്ത ചർച്ചകളുടെ നിയന്ത്രണം തങ്ങളുടെ കൈക്കലാക്കാൻ ചൈന ശ്രമിക്കുന്നതായി അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കനത്ത ഇറക്കുമതി നികുതികളിൽ ഇളവ് നേടാൻ ഈ ചുവപ്പ് രേഖകൾ ചൈന ഒരു വിലപേശൽ ആയുധമാക്കാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ചൈനീസ് റിഫൈനറികൾക്ക് മേൽ അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളും ചൈനയ്ക്ക് ലഭിക്കുന്നത് തടയാൻ അമേരിക്ക നിരന്തരമായി ശ്രമിക്കുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി. എന്നാൽ ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം പ്രതീക്ഷകൾക്ക് വഴിവെക്കുന്നുണ്ട്. സന്ദർശനത്തിൽ ട്രംപിനൊപ്പം അമേരിക്കയിലെ ഏറ്റവും പ്രമുഖരായ കോർപ്പറേറ്റ് തലവന്മാരും ബീജിംഗിലെത്തിയിരുന്നു. US ചൈന ബന്ധത്തിന്റെ ഭാവി ഈ 3 ദിവസത്തെ ചർച്ചകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുമെന്നാണ് വിവരങ്ങൾ.